ഈ പുഴയും കടന്നിലണമെങ്കിൽ നമ്മുടെ വിനീതിനെ തല്ലാൻ ശ്രമിക്കുന്ന ജയപാലനെ തടഞ്ഞ് ഗംഗ, അങ്ങനെ ശാരദയാണെങ്കിൽ നമ്മുടെ യമുനയെ നോക്കി കണ്ണും നട്ട് പുറത്തേക്ക് ഇരിക്കുകയാണ്. ഇതേ സമയമാണ് നമ്മുടെ പുറത്തു നിന്നൊരു വണ്ടിയുടെ ശബ്ദം. അപ്പോഴതിൽ വരുന്നത് ഗംഗയും കാവേരിയുമാണ് എന്ന് കാണാൻ സാധിക്കും. അവരെ രണ്ടുപേരും വന്നത് കണ്ട് നമ്മുടെ ശാരദ ഓടി വന്ന് ചോദിക്കുന്നുണ്ട്, എവിടെയാണ് യമുന? യമുന നിങ്ങളുടെ കൂടെ ഇല്ലേ? അവളെ കാണാതായിട്ട് കുറേ നേരമായി, അവൾ ഇതുവരെയും വന്നില്ല എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ യമുനയെ കാണാനില്ല എന്നുള്ള വിവരം കാവേരിയും ഗംഗയും തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ തന്നെ അവരാണെങ്കിൽ നമ്മുടെ വിനീതിനെയും കൂട്ടിക്കൊണ്ട് അവർക്കറിയാവുന്ന യമുനയുടെ കൂട്ടുകാരിയുടെ വീട്ടിലേക്കൊക്കെ പോകുന്ന കാഴ്ച കാണാനായിട്ട് സാധിക്കും. ഇതേ സമയമാണെങ്കിൽ അവിടെ കാണുന്നതും കേൾക്കുന്നതുമായ കാഴ്ച എന്ന് പറയുന്നത്, കൂട്ടുകാരി പറയുന്നുണ്ട്, ഉച്ചവരെ അവിടെ ഉണ്ടായിരുന്നു, തന്നോട് സംസാരിച്ചതാണ്. പിന്നെ ആ ജയപാലൻ്റെ മകനായ വിശാലിൻ്റെ കൂടെ നിൽക്കുന്നത് കണ്ടു. പിന്നെ തനിക്കറിയില്ല എന്ന് പറയുമ്പോൾ ഇനി ജയപാലൻ്റെ മകനെങ്ങാനും തങ്ങളുടെ കുടുംബത്തോട് പ്രതികാരം ചെയ്യാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണോ എന്ന് ചിന്തിക്കുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും കൂടി, അതായത് അവർ 3 പേരും കൂടി ജയപാലൻ്റെ വീട്ടിലേക്ക് പോകുന്നു. വീട്ടിലേക്ക് ചെല്ലുമ്പോൾ തന്നെ ജയപാലൻ ഭയങ്കര മുടയാണ് കാണിക്കുന്നത്. അപ്പോൾ വിനീത് പറയുന്നുണ്ട്, മര്യാദയ്ക്ക് വിശാലിനെ വിളിച്ചാൽ ഒരു പ്രശ്നവുമില്ലാതെ പോകാം എന്ന് പറയുന്നത് കാണാം. ഇതേ സമയം, ഇല്ലെങ്കിൽ നീ എന്താടാ എൻ്റെ വീട്ടിൽ കയറി എന്നെ തല്ലൂന്നാണോടാ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ വിനീതാണെങ്കിൽ അങ്ങനെ തന്നെയാണ് പറഞ്ഞത് എന്ന് പറയുന്നു. അപ്പോൾ നീ എന്നെ തല്ലാറായോടാ എന്ന് ചോദിച്ച് വിനീതിനെ തല്ലാനായിട്ടൊരുങ്ങുമ്പോൾ ഗംഗ തടയുന്നൊരു കാഴ്ച. അതെ, നിങ്ങളുടെ കയ്യൂക്കൊക്കെ നിങ്ങളുടെ കയ്യിൽ വെച്ചാൽ മതി. എവിടെയാണ് വിശാൽ? യമുനയെ കാണാനില്ല, അവന് അറിയോ എന്നറിയാൻ വേണ്ടിയാണ് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ അമ്മ പറയുന്നുണ്ട്, അവനിവിടെയൊന്നും ഇല്ല, അവൻ കൂട്ടുകാരിയുടെ, എൻ്റെ അമ്മായിയുടെ മോൻ്റെ അടുത്തേക്ക് പോയിരിക്കുകയാണ് എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയമാണെങ്കിൽ അവർ അവിടെ നിന്ന് മടങ്ങുന്നതും കാണാൻ സാധിക്കും. ഒടുവിൽ യമുനയെ കാണാനില്ല എന്ന് പറയുന്നത് സത്യമാണോ എന്ന് നമ്മുടെ അമ്മ ചോദിക്കുന്നതും കാണാം. അപ്പോൾ